FE500D, FE550D ഈക്വൽസ് EQR, എർത്തികോക്ക് റെസിസ്റ്റൻറ്റ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ചെറിയ ഭൂചലനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന TMT ബാറുകൾക്ക് ഞാൻ മേലെ സൂചിപ്പിച്ചിട്ടുള്ള ഗ്രേഡുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഭൂമിയിൽ സംഭവിക്കുന്ന ചെറിയ വൈബ്രേഷൻ മൂലമുണ്ടാകുന്ന ഷോക്ക് ഈ ഗ്രേഡിലെ TMT ബാറുകൾ അബ്സോർബ് ചെയ്ത് ചെറുതായി ഒന്ന് ബെൻഡാവും. ഇത് കാരണം പില്ലറുകളും കോളവും ബീമൊക്കെ തമ്മിലുള്ള ജോയിൻറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മൾ ആ ഒരു ബിൽഡിങ് സേഫായി നിൽക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മേലെ സൂചിപ്പിച്ചിട്ടുള്ള ഗ്രേഡുകൾ ഇല്ലാത്ത TMT ബാറുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഡിൻ്റെ സ്ട്രെസ്സ് താങ്ങാൻ കഴിയാതെ അത് പൊട്ടിപ്പോകും. ഇത് കാരണം സ്ലാബിൽ അതുപോലെ തന്നെ വാളിലൊക്കെ ക്രാക്ക് വീഴുന്നതിനും ഇതെല്ലാം പൊളിഞ്ഞു വീഴാനൊക്കെ ഇത് കാരണമാകും. ഇത് പിന്നീട് ചോർച്ചയിലേക്ക് എത്തുകയാണ് ഉണ്ടാകുന്നത്. എന്നാൽ വീട് ചോർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് മാത്രമല്ല. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു പേജിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. പറഞ്ഞു വന്നത്, ഇനി മുതൽ നമ്മൾ TMT ബാർ പർച്ചേസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കൂടി പരിശോധിക്കണം. നിർഭാഗ്യവശാൽ കേരളത്തിലെ മിക്ക കമ്പനികൾക്കും സ്വന്തമായി ലാബുകളില്ല എന്നതാണ് സത്യം. എന്നാൽ ഇനി മുതൽ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ മാത്രം പോരാ, ഈ ടെസ്റ്റ് റിപ്പോർട്ട് ജെന്യുവൻ ആണോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ജെന്യുവൻ ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.